ദൈവത്തിന് മഹത്വം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ജെറുസലേം മിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാലത്തിൻ്റെ പ്രയാണത്തിൽ മനുഷ്യ പുരോഗതികളുടെ മിന്നലാട്ടങ്ങളിൽ വിശ്വാസ സത്യങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്ന കാലഘട്ടം ആണെന്ന് പറയപ്പെടുന്നു. എല്ലാ മേഖലകളിലും മനുഷ്യൻ എന്ന ബുദ്ധിമാൻ വെണ്ണിക്കൊടി പാറിക്കുന്നത്രേ. കടന്നു കയറാനാവാത്ത, ചിറടിച്ച് ഉയരാനാവാത്ത ഒരു സരങ്ങളുമില്ലെന്ന് അവൻ വ്യാമോഹിക്കുന്നു. മതങ്ങളോ തത്വങ്ങളോ മഹാന്മാരോ ഗുരുക്കളോ ഏതുമില്ലെന്ന് അവൻ ചീർക്കുന്നു. നേട്ടങ്ങളുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ആക്രോശിക്കുന്നു. അങ്ങനെയുള്ളൊരു സമയത്താണ് ഞാൻ ഈ എളിയവൻ ജെറുസലേം മിഷൻ്റെ ഭാഗമായുള്ള ജെറുസലേം പബ്ലിക്കേഷൻ്റെ ആദ്യത്തെ പുസ്തകമായ കർമ്മനിരതനായ ദൈവം എന്ന പുസ്തകം എഴുതുവാൻ ഇടയായത്. ദൈവമോ മതങ്ങളോ വേണ്ടെന്ന് പറയണമെങ്കിൽ അതിന് തക്ക കാരണം വേണമല്ലോ. ലോകം കണ്ട വലിയ ശാസ്ത്ര പ്രതിഭയായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം ജനനം കൊണ്ട സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ്, ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ഗണിത വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഹോക്കിംഗ് ബുദ്ധിമുട്ട് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അഥവാ കാലത്തിൻ്റെ സംക്ഷിപ്ത ചരിത്രം എന്ന പുസ്തകത്തിലൂടെ ദൈവനിഷേധം നടത്തി. ലോകം ഏറ്റുവാങ്ങിയ, നിരീശ്വരർ അഹങ്കരിച്ച ആ പുസ്തകത്തെ എതിരിട്ടല്ല, മറിച്ച് ശ്രീ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ഉന്നയിക്കുന്ന കാരണങ്ങളെല്ലാം തന്നെ വിശുദ്ധ ബൈബിളിലെ ശാസ്ത്ര സത്യങ്ങളുടെ മുൻപാകെ ഹിമകണങ്ങളായി ഉരുകുന്നു എന്നതത്ര വിളംബിതമാക്കിയത്. 1998 ഇറങ്ങിയ പുസ്തകം പലരും ചിന്തിക്കാൻ സാധ്യതയുള്ളതുപോലെ വിശ്വാസികളുടെ ഇടയിൽ അല്ല, അക്രൈസ്തവരുടെ അടക്കം അവരുടെ ഇടയിൽ ഉദ്യോഗസ്ഥ മേഖലയിലെ 3 മാസങ്ങൾ കൊണ്ട് ആ പുസ്തകം വിറ്റഴിക്കപ്പെടുകയായിരുന്നു. 3 പതിപ്പുകൾ ദൈവകൃപയാൽ ഇറങ്ങുവാനും ഇടയായി. വൻ ശാസ്ത്രപ്രതിഭയുടെ പുസ്തകത്തെ ബൈബിളിലെ സയൻസിനാൽ പ്രഭ കുറഞ്ഞതാക്കി എന്നതിന് സംശയമില്ല. 2 പുസ്തകങ്ങളും നിലവിലുണ്ട്. പിന്നീട് ശ്രീ ഹോക്കിംഗ് ദൈവമുണ്ടാകാം എന്നത്രേ നിഗമിച്ചത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ ദൈവം ഉണ്ടായിരിക്കാം എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. ആകയാൽ പ്രിയമുള്ളവരെ, യേശു ആര് എന്ന വിഷയത്തിൽ നാം എന്തെല്ലാം അറിയാനിരിക്കുന്നു. മനുഷ്യാവതാരം ചെയ്ത യേശുവിനെയാണ് വേദ പഠിതാക്കളും പണ്ഡിതരും പ്രബോധകരും ഇപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. യേശുവിനെ പ്രഘോഷിക്കുന്നവർ വാതോരാതെ പറയുന്നതെല്ലാം ഔഷധമായും ഭിഷഗ്വരനായും വിടുതലും ജോലിയും നൽകുന്നവനായും അങ്ങേയറ്റം മണവാളനായും മാത്രമാണ്. എന്ന് വെച്ചാൽ മണവാളനെ അറിയാത്ത, മണവാളൻ ആരെന്നറിയാത്ത, സ്വഭാവ ഗുണങ്ങൾ അറിയാത്ത, മണവാളൻ്റെ യോഗ്യതകൾ എന്തെന്നൊക്കെ അറിയാത്തതായ മണവാട്ടിയായി ഇന്ന് സഭ സമൂഹം കാണപ്പെടുന്നോ, വിചക്ഷണർ കാണപ്പെടുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭൗതിക കാര്യങ്ങൾ പലതും അറിയാം, വിശദീകരിക്കും. എന്നാൽ ആത്മീയ വിഷയങ്ങൾ ഒരു വിശ്വാസി പഠിക്കുവാൻ തയ്യാറാകുന്നില്ല. യേശു ആരെ എന്ന് നന്നായി അറിയണം. അതല്ലേ അവിടത്തേക്കും ഇഷ്ടമാകുന്നത്. ആകയാൽ നാം ചിന്തിച്ചു വരുന്ന വിഷയത്തിൽ അവിടുന്ന് പുത്രനായ ദൈവം എന്നതിലെ ദൈവപുത്രൻ എന്നതിൻ്റെ 4ാം ഭാഗമാണിത്. ദൈവപുത്രൻ ആയതിലേക്കുള്ള വേദഭാഗമായി ഇന്നത്തെ വേദഭാഗം പുറപ്പാട് 17 നിന്നും രഫീദീമിൽ കുടിക്കുവാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോടെ ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം പിറുപിറുത്തു. മോശ യഹോവയോടെ നിലവിളിച്ചു. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടി, നിങ്ങൾ നൈൽ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുൻപാകെ കടന്നു പോകുക, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും,
നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് ദൈവം കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശ അങ്ങനെ ചെയ്തു. അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തം മസ അഥവാ പരീക്ഷ, മെരിബാല് കലഹം എന്നു ആ സ്ഥലത്തിന് പേരിട്ടു. സംഖ്യ 20 വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം സീൻ മരുഭൂമിയിലാണ്. ഇവിടെ മിരിയാം മരിച്ചിരിക്കുന്നു. ഈ വല്ലാത്ത സ്ഥലത്ത് വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതർപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല. ജനം വീണ്ടും പിറുവിറുക്കുവാൻ തുടങ്ങി. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ കവിണ്ണ് വീണു. യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും അഹരോനും സഭയെ വിളിച്ചുകൂട്ടി പാറയോട് കൽപ്പിക്ക. മോശ, മത്സരികളെ കേൾപ്പി, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. കലഹജലം. മോശയും അഹരോനും വിശ്വസിക്കാകിയാൽ കനാനിൽ കടക്കുകയില്ല എന്ന് ദൈവം അരുളി. ഈ പ്രാവശ്യം പാറയെ അടിക്കേണ്ട, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ മതി എന്നാണല്ലോ ദൈവം പറഞ്ഞത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ അവ മാറുവാൻ വിശ്വാസത്തോടെ കൽപ്പിക്കുക. വിശുദ്ധ പൗലോസ് എഴുതി അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അത് 1 കൊരിന്ത്യർ 10:4. സുവിശേഷം നിമിത്തം ചൈനയിലെ ജയിലറകളിൽ കിടന്ന് പ്രാർത്ഥിച്ചും എഴുതിയും ആത്മീയ സ്ഫോടനം സൃഷ്ടിച്ച വാച്ച്മാൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വിറ്റ്നസ് എഴുതിയ സകലത്തെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തു എന്ന ഗ്രന്ഥത്തിൽ ഈ ലോകത്തിലെ ഏത് നന്മയും സ്ഥലമോ അന്തരീക്ഷമോ വസ്തുക്കളോ എല്ലാം ക്രിസ്തുവിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കാൻ എല്ലാം ക്രിസ്തു എന്നും അതിനാൽ അവരെ അനുഗമിച്ച പാറ തന്നെ ദാഹജലത്തിനായി നദിയായി ഒഴുകിയെന്നും പരാമർശിക്കുന്നു. ഈ ദൈവപുത്രൻ പിന്നീട് മനുഷ്യപുത്രനായി ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിലും ഇതാണല്ലോ വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. ക്രിസ്തു എന്ന ദൈവപുത്രൻ പാറ ഭദ്രതയും ഉറപ്പും നൽകുന്നു. ഇപ്പോഴിതാ തുറക്കപ്പെട്ട് നദിയായും ഒഴുകുന്നു. പുതിയ നിയമം ഇസ്രായേലാകുന്ന നമ്മുടെ ജീവിതത്തിലും അവിടെ നമുക്കായി എല്ലാം ആകും. അടുത്തതായി ന്യായാധിപന്മാരുടെ കാലം. രാജാവില്ലായിരുന്ന കാലം ഇസ്രായേൽ ജനത്തിന് ബോധിച്ചു പോലെ നടന്ന കാലം. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അതാത് സമയങ്ങളിൽ ന്യായാധിപന്മാരെ പ്രതിയോഗികൾക്കെതിരെ എഴുന്നേൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായി ചെയ്തു. 40 സംവത്സരത്തോളം ഇസ്രായേൽ ഫെലിസ്ത്യരാൽ വലഞ്ഞുവെന്ന് ന്യായാധിപന്മാർ 13-ാം അധ്യായത്തെ ആസ്പദമാക്കി. എന്നാൽ ദാൻ ഗോത്രത്തിൽ ഉള്ള മനോഹയുടെ ഭാര്യയുടെ അടുക്കൽ ദൈവദൂതൻ പ്രത്യക്ഷനായി. തനിക്ക് പ്രത്യക്ഷനായ വ്യക്തിയെപ്പറ്റി അവൾ മനോഹയോട് പറഞ്ഞു. ആ ആളുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി മനോഹ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും അതാ വന്നു. ആ സമയവും മനോഹ ഉണ്ടായിരുന്നില്ല. അവൾ ഓടിച്ചെന്ന് ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വന്നു. ദൂതൻ വീണ്ടും സന്ദേശം പറഞ്ഞു. മച്ചിയായവൾക്ക് ഒരു മകൻ ജനിക്കുമെന്നും വീഞ്ഞും മദ്യവും മുന്തിരിയും അതുപോലെ തന്നെ നിഷിദ്ധമായിട്ടുള്ള വസ്തുക്കളൊന്നും ഭുജിക്കരുതെന്നും ആ മകൻ ഈശ്വരനെ വിടുവിക്കുവാൻ എഴുന്നേൽക്കുമെന്നും യഹോവയ്ക്ക് ബാലൻ വ്രതസ്ഥൻ അഥവാ നാസിർ ആയിരിക്കണമെന്നും കൽപ്പിച്ചു. മനോഹ യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഒരു കോലാട്ടിൻ കുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണം. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് ദൂതൻ മറുപടി പറഞ്ഞു. അത് ദൂതനെന്ന് മനോഹയും ഭാര്യയും അറിഞ്ഞിരുന്നതുമില്ല. പിന്നെ നിന്നെ ബഹുമാനിക്കേണ്ടതിന് അഥവാ സംഭവം നടന്നു കഴിഞ്ഞ് കാര്യം നിവൃത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത്? മനോഹ ചോദിക്കുകയാണ്. മനോഹയോട് ദൈവത്തിൻ്റെ ദൂതൻ ഉടനെ മറുപടി പറഞ്ഞു, എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളത്. ഒരു പാറമേൽ യാഗം കഴിച്ചു ഇരുവരും. അപ്പോഴിതാ അത്ഭുതം. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അഗ്നിജ്വാല യാഗപീഠത്തിന്മേൽ നിന്ന് ആകാശത്തിലേക്ക്
പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിൻ്റെ ജ്വാലയോടുകൂടെ കയറിപ്പോയി. മനോഹയും ഭാര്യയും സാഷ്ടാംഗം വീണു. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും എന്ന് മനോഹ പറഞ്ഞു. എന്നാൽ ഇല്ല, ദൈവം നമ്മെ കൊല്ലുവാനായിരുന്നുവെങ്കിൽ നമ്മുടെ ഹോമയാഗവും ഭോജനയാഗവും സ്വീകരിക്കയില്ലായിരുന്നു എന്ന് ഭാര്യ പ്രതിവചിച്ചു. കാരണം 2 പ്രാവശ്യവും ദൈവത്തിനെ അവളാണ് കണ്ടത്, ആ സാന്നിധ്യം അറിഞ്ഞത്. പ്രിയമുള്ളവര്, നമ്മൾ ആ ദൈവത്തിനെ അറിയണം. അവിടുത്തെ സാന്നിധ്യം നമ്മൾ അറിയുക തന്നെ വേണം. ദൈവത്തിൻ്റെ പ്രത്യക്ഷത, അതേ സാധാരണ ദൂതൻ്റെ മുൻപിൽ പ്രണാമമില്ല, സാഷ്ടാംഗം വീഴാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ബഹുമാന്യരെ, ദൈവത്തിനായ ഈ യേശു നമ്മുടെ കർത്താവിൻ്റെ പഴയ നിയമകാല പ്രത്യക്ഷതയെ പറ്റി നമുക്ക് വീണ്ടും വിശുദ്ധ ബൈബിളിലൂടെ ചിന്തിക്കാം. എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് വിനയപൂർവ്വം ഞാൻ നിർത്തുന്നു. ദൈവത്തിൻ്റെ മഹത്വം.